പവിഴനിലാവിതിൽ വിടരുമി പൂപോൽ മിഴികളും കാത്തേരിപ്പൂ പവിഴനിലാവിതിൽ വിടരുമി പൂപോൽ മിഴികളും കാത്തിരിപ്പൂ പടരുമീ മുല്ലതൻ പരിമളമണിയുവാൻ പടരുമീ മുല്ലതൻ പരിമളമണിയുവാൻ പ്രിയനവനടയില്ലയോ ഓടി പരിണയരാവിത് നമസ്കാരം. കലോത്സവത്തിന്റെ അവസാനത്തോട് അടുക്കുകയാണ്. നാളെ ഈ കലോത്സവം സമാപിക്കുമ്പോൾ കൊല്ലത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് ഈ കലോത്സവം. കാരണം കൊല്ലത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും എല്ലാ മീഡിയാസും കൊല്ലത്തിന്റെ എല്ലാ പ്രത്യേകതകളും ലോകരാജ്യങ്ങളിലെ അല്ലെങ്കിൽ നമ്മളെ മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം എത്തിച്ചു എന്നുള്ളതാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൊല്ലം കണ്ട ഏറ്റവും വലിയ കലാമേള തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സന്നദ്ധ സംഘടനകളടക്കം ഈ കലോത്സവത്തെ നെഞ്ചേറ്റി വളരെ ഗംഭീരമായ കലാമേളയാണ് കൊല്ലത്ത് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കലാമേളയിൽ ഏറ്റവും അഭികാമ്യമായ ഗാന മത്സരങ്ങളൊക്കെ വേദികളിൽ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ടീച്ചർ, കൊട്ടാരക്കരക്കാരിയായ നമ്മുടെ ടീച്ചർ എഴുതിയ ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മധുരം ഗായതി. ഈ പുസ്തകത്തിലുള്ളത് ലളിതഗാനങ്ങളാണ്. ഈ ലളിതഗാനങ്ങൾ പാടി കലോത്സവങ്ങളിൽ സമ്മാനം നേടുക എന്നുള്ളത് ആ ടീച്ചർക്ക് ഒരു വലിയ സന്തോഷമായിരിക്കും. കാരണം ടീച്ചറുടെ ഒരു വിദ്യാർത്ഥി ഈ പുസ്തകത്തിലുള്ള ഗാനം പാടി കഴിഞ്ഞ കലോത്സവത്തിൽ, അതായത് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടുകയും ഈ സംസ്ഥാന കലോത്സവത്തിലും എ ഗ്രേഡ് നേടുകയുണ്ടായി. അപ്പോൾ ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവർ രണ്ടുപേരും നമ്മളോടൊപ്പം ഉണ്ട്, ടീച്ചറും ആ പാടിയ വിദ്യാർത്ഥിയും. നമുക്ക് രണ്ടുപേരെയും വിളിക്കാം. നമുക്കറിയാം, നമ്മുടെ ജില്ലാ കലോത്സവം ഇളമ്പള്ളൂർ സ്കൂളിൽ നടന്ന സമയത്ത് ടീച്ചർ, ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ടീച്ചറോടടുത്ത് കുണ്ടറയെ പറ്റി, അല്ലെങ്കിൽ ഈ കലോത്സവം കുണ്ടറയിൽ നടക്കുന്നത്, അപ്പോൾ കുണ്ടറയെ പറ്റി ഒരു ഗാനം പെട്ടെന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. ടീച്ചർ വളരെ പെട്ടെന്ന് തന്നെ ഗാനം എഴുതി ആ കുട്ടികളെ കൊണ്ട് മനോഹരമായി പാടിച്ചു. അതിൻ്റെ ലിങ്കാണ് ഈ വീഡിയോയുടെ തൊട്ട് മുകളിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയും കാണാത്തവർ. ഏതായാലും ആ ടീച്ചറുടെ ഒരു വലിയ കഴിവ് നമുക്കറിയാം. ടീച്ചർ വളരെ തന്മയത്വത്തോടെ സൗമ്യമായിട്ട് കുട്ടികളോട് ഇടപഴകുന്നു, പാട്ട് പഠിപ്പിക്കുന്നു. വളരെ ഗംഭീരമായി പാടുന്ന കുട്ടികൾ, അന്ന് പാടിയ കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് പാടുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ടീച്ചറുടെ കുട്ടികൾ സംസ്ഥാന തലത്തിലൊക്കെ മത്സരങ്ങൾ വാങ്ങുന്നു. ടീച്ചർ അതിയായ സന്തോഷത്തിലാണല്ലേ? അതിയായ സന്തോഷം, ഇരട്ടി മധുരമാണ്. കാരണം എൻ്റെ തന്നെ സ്കൂളിൽ, അതായത് കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ സംഘഗാന മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടി. ഒപ്പം തേജസ് പ്രസീദ് ഈ ബുക്കിൽ തന്നെയുള്ള പനിമതി മുഖി ബാലെ എന്ന ലളിതഗാനം ആലപിച്ച് ജഡ്ജസിന്റെ എല്ലാം പ്രത്യേക അഭിനന്ദനം നേടി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന മത്സരാർത്ഥിയും ജില്ലാ മത്സരത്തിൽ നമ്മുടെ ഗാനമാണ് ആലപിച്ചത്. ഞാനൊരു ഇടയ്ക്കൊന്ന് പറയാം ടീച്ചറെ, ഈ ടീച്ചർക്ക് ഒരുപാട് സന്തോഷമുണ്ടായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. കോഴിക്കോടുള്ള ഒരു മത്സരാർത്ഥി ഈ ടീച്ചറുടെ ഈ പുസ്തകം കണ്ടിട്ട് അതിനകത്തുള്ള പാട്ട് പാടി സമ്മാനം മേടിച്ചു. ടീച്ചർ വളരെ വളരെ അഭിമാനത്തോടെ, ടീച്ചർ ശരിക്കും രോമാഞ്ചം കൊണ്ടാണ് നമ്മുടെ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. കാരണം അത്രയും അഭിമാനമാണ് അല്ലേ ടീച്ചർ? പക്ഷെ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേര് ആനന്ദ് കാവുംവട്ടം എന്ന സംഗീത അധ്യാപകന്റെയാണ്. അദ്ദേഹമാണ് ഈണം പകർന്ന് കുട്ടികളെ പഠിപ്പിച്ചത്. ഈ ലളിതഗാനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ റേഡിയോയിൽ ലളിതഗാനം കേൾക്കുന്നതായിരുന്നു നമ്മുടെയൊക്കെ ഒരു രീതി പണ്ട്. ഇപ്പം ലളിതഗാനങ്ങളൊക്കെ അങ്ങനെ ആരും കേട്ടിരിക്കാറില്ല. യുവതലമുറയ്ക്ക് ഇതൊന്നും വേണ്ട, അങ്ങനെയാണ് കരുതുന്നത്. പക്ഷെ എന്നാലും ഈ ലളിതഗാനങ്ങൾക്കുള്ള ആ ഒരു ശ്രുതി മാധുര്യം മറ്റൊരു ഗാനങ്ങൾക്കും കിട്ടില്ല അല്ലേ ടീച്ചറെ? അതെ, ആകാശവാണി ലളിതഗാനത്തിനായിട്ട് തന്നെ എല്ലാ ദിവസവും 10 മിനിറ്റ് നീക്കി വെച്ചിട്ടുണ്ട്. അതിന് 20ഓളം ഗാനങ്ങൾ എനിക്കും അവതരിപ്പിക്കാൻ പറ്റി. പിന്നെ ലളിതം മധുരം, എത്ര ലളിതമായ ഭാവനകൾ, എത്ര ലളിതമായ പദങ്ങൾ, ശ്രുതിമധുരമായ സംഗീതം, എത്ര മനോഹരമായ ഒരു അനുഭവമാണ് ലളിത സംഗീതം. നമ്മുടെ മിടുക്കികൾ ലളിതഗാന രംഗത്തേക്ക് വരുന്നത് അഭിമാനകരം, സന്തോഷകരം. അതെ, നമ്മുടെ കൊല്ലം ഏറ്റവും വലിയ ജനപ്രളയമാണ് കൊല്ലത്ത് നടക്കുന്നത്. അപ്പം ഒരു മഴ പെയ്ത് ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുപ്പിച്ചു. കലോത്സവം വേദികളിൽ നടക്കുന്ന മത്സരങ്ങളുടെ ചൂട് കൂടിയതല്ലാതെ ഒരു കാരണവശാലും കുറഞ്ഞിട്ടില്ല. വളരെ മനോഹരമായ മത്സരങ്ങളൊക്കെ മോൻ മനോഹരമായിട്ട് പാടുന്നത് നമുക്ക് കേൾക്കാം.
എങ്ങനെയുണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുത്ത സമയത്തുണ്ടായിരുന്ന ഒരു അനുഭവം? വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ പങ്കെടുക്കാൻ? അതെ, ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും? അതെ, പല ജില്ലയിൽ നിന്ന് ആൾക്കാർ വന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ടീച്ചറെ നാട്ടിൽ വന്നിട്ട് ലളിതഗാനം പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എവിടെയാണ്? എന്റെ സ്ഥലം കണ്ണൂർ തളിപ്പറമ്പാണ്. അപ്പൊ കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് എത്തിയാണ് ഈ പാട്ട് പാടിയത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അന്ന് വന്ന ഒരു ടീം, ടീച്ചറുടെ കൂടെ ഒരു പാട്ട് പാടുന്ന ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അവരൊക്കെ പാടുന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ അറിയാതെ ലയിച്ചു പോകും. എത്ര ആൾക്കാരാണ് നമ്മുടെ അടുത്ത് വിളിച്ചു പറഞ്ഞത് ആ കുട്ടി പാടിയ പാട്ട് വീണ്ടും വീണ്ടും കേട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഏതായാലും വളരെയധികം സന്തോഷം. കൂടുതൽ അതെ അതെ കിട്ടാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ ഭാഗ്യം. അതേ ജില്ലയിൽ വന്ന് നമ്മൾ എഴുതിയ വരികൾ ഈ മോൻ പാടി. ആതിഥേയ എന്ന നിലയ്ക്കും അഭിമാനം. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും അഭിമാനത്തിന്റെ കലാമേള തന്നെയാണ് കൊല്ലത്ത് നടന്നത്. എല്ലാവർക്കും വളരെയധികം സന്തോഷം. അതിലുപരി ഈ കലാമേളയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർ നാളെ നമ്മുടെ സ്വത്താണ്, നമ്മുടെ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരങ്ങളായി മാറുകയാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ വിജയം. ഏതായാലും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഒരുപാട് പരിപാടികൾ ഇതുപോലെ ടീച്ചറെ വിളിച്ചാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും നമുക്ക് എത്തിക്കാൻ കഴിയില്ല. ഇവിടെ ഉള്ള എല്ലാ മീഡിയാസിലും ഓരോ പ്രതിഭകളെയും അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം ടീച്ചറെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പരിഭവമലരുക്കൾ പരിദേവനമായി പതിയെ വിതുമ്പുമീ പനി നീർമഴയിൽ മിഴികളും കാത്തേരിപ്പൂ പവിഴ നിലാവിതിൽ വിടരുമി പൂപോൽ മിഴികളും കാത്തിരിപ്പൂ പടരുമി മുല്ലതൻ പരിമളമണിയുവാൻ പടരുമീ മുല്ലതൻ പരിമളമണിയുവാൻ പ്രിയനവനടയില്ലയോ ഓടി പരിണയരാവിത് പനിമതി മുഖി മാലി പാദചലനങ്ങളിൽ മൃദുമന്ത്രണങ്ങളിൽ പ്രിയമൊഴിയോ തിരിപ്പൂ മധുഗണമണിയുമേ മൃദുദലം നുകരുവാൻ മധുഗണം മണിയുമേ മൃദുദലം നുകരുവാൻ ശലഭമിതണയില്ലയോ
തോഴി പരിഭവരാവിത മായല്ലയോ പനിമതി മോക്ഷി ബാലേ പാടി ഞാൻ വീണ്ടും പത്മതീർത്ഥമേ ശ്രുതിയിൽ പരിഭവമലരുകൾ പരിദേവനമായി പതിയെ വിത്തുമ്പുമീ പനിനീർ മഴയിൽ പനിനീർ മഴയിൽ പനിമതി മുഖി മാലേ